ഇന്ത്യക്കാർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ട്രയംഫിന്റെ സ്ക്രാംബ്ലർ അതാണ് ഇരിക്കുന്നത് അല്ലേ? ഇതാണ് ട്രയംഫിന്റെ സ്ക്രാംബ്ലർ 400X എന്ന് പറയുന്ന മോഡൽ. സോ നമുക്കിതിപ്പോൾ ഒരു ടൂറിങ്ങും അഡ്വഞ്ചറും കുറച്ചൊക്കെ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ ഫ്രീ ആയിട്ട് നൈസായിട്ട് വെയിറ്റ് ഒന്നും ഒരു മൾട്ടി പർപ്പസ് വെഹിക്കിളാണ്. മൾട്ടി പർപ്പസ് ആണ്. സോ സെമി പർപ്പസ് ആണ് കൂടുതലും. ഓക്കെ. കാരണം നമുക്കിപ്പം ഒരു ബിഗിനറിന് ഒരു ഓഫ് റോഡൊക്കെ പോകാൻ താല്പര്യമുണ്ട്, ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കംഫർട്ട്. ഓക്കെ. സോ ഇതിൽ നിന്നായിരിക്കും തുടക്കം. ഓക്കെ, അത്യാവശ്യം ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഹൈറ്റ് വെയിറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 885 ആണ് ഹൈറ്റ് വരുന്നത്. സോ വെയിറ്റ് വരുമ്പോൾ 185 ആണ് വെയിറ്റ് വരുന്നത്. വെയിറ്റ് വരുമെങ്കിൽ ഇതിന്റെ ഈ ഒരു മോഡലിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും വെയിറ്റ് നമുക്ക് ഫീൽ ആവത്തില്ല. സോ റണ്ണിങ്ങിൽ നല്ല ലൈറ്റ് ആയിരിക്കും. ലൈറ്റ് വെയിറ്റ്. അപ്പൊ ഈ മോഡലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് അക്സസറീസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പം ഓൾറെഡി കുറച്ച് അക്സസറീസ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ മെയിൻ ആയിട്ട് വെക്കുന്നത് വൈസർ വരുന്നുണ്ട്. ഓക്കെ. നമ്മുടെ ഹൈമഡ് ഗാർഡ് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ്, ബുള്ളറ്റ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, പിന്നെ സം ഗാർഡ് വരുന്നുണ്ട്, ലോവർ എഞ്ചിൻ ബാർ, ടോപ്പ് ബോക്സ്, സാഡിൽ ബാഗ്, ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം ട്രയംഫ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഇതെല്ലാം ട്രയംഫിന്റെ തന്നെ സാധനങ്ങളാണ്. ഇതെല്ലാം വെച്ച് വരുമ്പോൾ തന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക്, ഒരു വലിയൊരു സ്ക്രാംബ്ലർ ബൈക്കിന്റെ ഒരു ഓഫ് റോഡ് ലുക്ക് ഫീൽ ആവും. ഓക്കെ. നമ്മൾ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു സ്പേസും വെറുതെ യൂസ് ചെയ്ത് പോയിട്ടില്ല, അത് കറക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഒരു എഞ്ചിന്റെ ഒരു നീറ്റ്നെസ് ആണ്. ഓക്കെ. സോ എവിടെ നിന്ന് നോക്കിയിരുന്നാലും വണ്ടി നല്ല നീറ്റ് ആൻഡ് ഫിറ്റ് ആയിട്ട് അതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഫീൽ. ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് നോക്കുന്നത് അവർ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ ബിൽഡ് ക്വാളിറ്റി കണ്ടിട്ടായിരിക്കും കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത്. സോ ഒരു സ്ഥലത്തും അവർ ഓവറായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. കറക്റ്റ് ഒരു നീറ്റ് ആൻഡ് ഫിറ്റിലാണ് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ. സൈലൻസറും അവിടെ നിന്നുള്ള സൈലൻസറും മൊത്തം വരുമ്പോഴത്തേക്ക് ഒരു ഡബിൾ സൈലൻസർ ആണ്. ഡുവൽ എക്സോസ്റ്റ്, സിംഗിൾ സിലിണ്ടറിൽ ഡുവൽ എക്സോസ്റ്റ് ആണ് ഇതിൽ വരുന്നത്. ഒരു ക്രോം ഫിനിഷ് ഒക്കെ വന്നിട്ട്. സോ ഇതിന്റെ സോക്കറ്റിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ സോക്കറ്റ് വന്നിട്ട് കുറച്ച് വലുതാക്കിയിട്ട് ഇതിന്റെ ചെയിൻ്റെ ഒരു പോയിന്റ് കട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കൊടുക്കുന്ന ആക്സലറേഷൻ സഡൻ ആയിരിക്കും. സോ നല്ല റെസ്പോൺസ് ആയിരിക്കും. ഓക്കെ. നമ്മുടെ സ്പീഡിൽ നിന്ന് വരുമ്പോൾ ഇതിൽ വരുന്ന ചേഞ്ചസ് വേറെ എന്തൊക്കെയാണ്? സ്പീഡിൽ നിന്ന് ചേഞ്ച് വരുന്നതെന്ന് ഇതിനകത്ത് ഒരു ഓഫ് റോഡ് മോഡ് എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ. സ്പീഡിലാകുമ്പോഴത്തേക്കും നമുക്ക് ട്രാക്ഷൻ കൺട്രോളും ABS ഉണ്ടെങ്കിൽ ABS ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. സ്വിച്ചബിൾ അല്ല. ഇതിൽ ABS ട്രാക്ഷനും ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ എക്സ്ട്രാ ആയിട്ട് ഒരു ഓഫ് റോഡ് മോഡും കൂടെ വരുന്നുണ്ട് ഇതിനകത്ത്. സോ ഓഫ് റോഡ് മോഡ് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സസ്പെൻഷൻ വന്നിട്ട് ഒരു 150 mm വരെ ട്രാവലിംഗ് കിട്ടും. സോ കുറച്ചുകൂടെ ഒന്ന് നല്ലൊരു എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കാം. ഗ്രൗണ്ട് ക്ലിയറൻസും വ്യത്യാസമുണ്ടല്ലേ? ഗ്രൗണ്ട് ക്ലിയറൻസും വ്യത്യാസമുണ്ട്. ഓക്കെ. വീൽ സൈസും ടയർസും ചേഞ്ച് ഉണ്ടല്ലേ സ്പീഡിൽ നിന്ന്? ഇത് വീൽ സൈസിലും ടയറിലും ചേഞ്ച് വരും. സോ ഇതിൽ വരുമ്പോഴത്തേക്കും ഓഫ് റോഡിനും കൂടെ പറ്റിയിട്ടുള്ളൊരു അതിനും കൂടെ വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടയറാണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് 13 ലിറ്റർ ആണ് വരുന്നത്. ഓക്കെ. സോ 13 ലിറ്ററിൽ നമുക്ക് സ്പീഡിനെ പോലത്തെ ഒരു മൈലേജ് ഇതിൽ കാണത്തില്ല. ഓക്കെ. സോ കാരണം പെർഫോമൻസിലും വെയിറ്റിലും മൊത്തത്തിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് സോ മെയിൻ ആയിട്ട് ഇതിൽ വരുമ്പോഴത്തേക്ക് ഒരു 23 to 28 വരെ നമുക്ക് മിനിമം പ്രതീക്ഷിക്കാം. ഓക്കെ. സോ ബാക്കി ഡിപ്പെൻഡ് ഓൺ റൈഡിംഗ് കണ്ടീഷൻ. ഓക്കെ. സീറ്റ് ഇത് സ്റ്റോക്ക് സീറ്റ് ആണോ? ഇല്ല, ഇത് സ്പ്ലിറ്റ് സീറ്റ് നമ്മൾ എക്സ്ട്രാ വെക്കുന്നതാണ്. എക്സ്ട്രാ കുഷൻ ഉള്ള സീറ്റാണ്. ഇപ്പോൾ അത്യാവശ്യം ലോങ് ഒക്കെ പോകുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് കംഫർട്ട് ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ മീറ്ററിൽ വരുന്ന ബേസിക് ഡീറ്റെയിൽസ് മീറ്റർ കൺസോളിലോട്ട് വരുമ്പോൾ ഇതും സെയിം തന്നെയാണ്. ഡിജിറ്റൽ വിത്ത് അൺലോഗ് തന്നെയാണ് വരുന്നത്. സോ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് റോഡ് മോഡും കൂടെ സെപ്പറേറ്റ് വരുന്നുണ്ട്. സോ നമ്മളിവിടെ ഒരു ഐ ബട്ടൺ വരുന്നുണ്ട്. ഈ ഐ ബട്ടണിൽ ജസ്റ്റ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് മാറുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി ട്രാക്ഷൻ, ഓഫ് റോഡ് മോഡ്, ഇതിന്റെ സർവീസ് ഡീറ്റെയിൽസ് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പീഡിൽ വന്ന പോലെ തന്നെയാണ്. ഫസ്റ്റ് 1000 കിലോമീറ്റർ ആണ് സർവീസ് വരുന്നത്. സെക്കൻഡ് സർവീസ് 16,000 കിലോമീറ്ററിലാണ്. പിന്നെ എല്ലാം 16 ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 1 ഇയർ ആകുമ്പോൾ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ സർവീസ് കോസ്റ്റും കൂടെ ഫസ്റ്റ് സർവീസ് അതുപോലെ തന്നെയാണ് 2200 സംതിങ് ആണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ. പിന്നെ സെക്കൻഡ് സർവീസ് വരുമ്പോഴത്തേക്കും 5 to 6 ഓക്കെ. അപ്പോൾ ഇവന്റെ എല്ലാ കളറിനും ഒരേ പ്രൈസ് ആണ്? ഒരേ പ്രൈസ്. ഓക്കെ. പ്രൈസ് ഡീറ്റെയിൽസ് കൂടെ. പ്രൈസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 349 ആണ് വരുന്നത്. ഓക്കെ. സോ ഇപ്പോഴത്തെ ഓഫർ റേറ്റ് വന്നിട്ട് 335 നമുക്ക് വണ്ടി. ഓക്കെ ബ്രോ. അപ്പോൾ ഇവനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഷോറൂം ലൊക്കേഷൻ കൂടെ? ഞങ്ങളുടെ ഷോറൂം വരുന്നത് കൈമനത്താണ്. കൈമനത്തിൽ നിന്ന് തിരുവല്ലത്തോട്ട് പോകുന്ന റോഡാണ് ഞങ്ങളുടെ ഷോറൂം വരുന്നത്. സോ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആർക്കാണോ ടെസ്റ്റ് ഡ്രൈവ് വേണ്ടി ലൈസൻസ് ആയിട്ട് വരിക, ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, ഫെയിൽ ചെയ്യുക, വണ്ടി എടുക്കുക. താങ്ക് യു.